പ്രത്യക്ഷവൽക്കരണ തിരുനാൾ അഥവാ 3 രാജാക്കന്മാരുടെ തിരുനാളിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിചിന്തനത്തെ നമുക്ക് 5 ഭാഗങ്ങളായി ക്രമീകരിക്കാവുന്നതാണ്. 1. അന്വേഷണം, അറിവിൻ്റെ ആരംഭം. 3 രാജാക്കന്മാരുടെ ഏക ചോദ്യം, അവസാനമില്ലാത്ത രാജ്യം ഭരിക്കേണ്ട യഹൂദരുടെ രാജാവ് എവിടെ ജനിച്ചു? ആരാണ് ഈ 3 രാജാക്കന്മാർ? സ്വരവാസ്ട്ര പ്രവാചകൻ സ്ഥാപിച്ച പാർസി മതത്തിൽ അഹൂര മസ്ദ എന്ന ഏക ദൈവത്തിൻ്റെ പ്രതീകമായിരുന്നു അഗ്നി. ഈ അഗ്നി ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്ന പുരോഹിതരാണ് മജായികൾ അഥവാ 3 രാജാക്കന്മാർ. സരാത്തുഷ്ട്ര എഴുതിയ വിശുദ്ധ ഗ്രന്ഥമായ സെൻ അവസ്ഥയിൽ വരാനിരിക്കുന്ന രക്ഷകൻ കന്യകയിൽ നിന്ന് 1000 വർഷങ്ങൾക്ക് ശേഷം ജനിക്കുമെന്നും ആ ദിവ്യ ശിശു ഒശേധാർമ, അതായത് നീതിയുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുമെന്നും സരാത്തുഷ്ട്ര പ്രവചിച്ചിരുന്നു. അതിനു മുന്നോടിയായി ഒരു ദിവ്യ നക്ഷത്രം പ്രത്യക്ഷപ്പെടുമെന്നും സരാത്തുഷ്ട്ര തുടർന്ന് എഴുതിയിരിക്കുന്നു. 2. രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറൂസലേം മുഴുവനും എന്നാണ് മത്തായി 2:3 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അധികാരം പിടിച്ചടക്കാൻ സ്വന്തപ്പെട്ടവരെ പോലും കൊല്ലുവാൻ മടിക്കാത്ത ഹെറോദിനൊപ്പം ജെറൂസലേം മുഴുവൻ സംഭ്രമിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടിയുണ്ട്. അദ്ദേഹം, അതായത് ഹെറോദ് രാജാവ്, പകുതി യഹൂദനും പകുതി ഇദുമേനുമാണ്. പലസ്തീനക്കാരെ അടിച്ചമർത്താൻ റോമാക്കാരെ സഹായിച്ചവനാണ്. BC 47 ഗവർണറായി നിയമിതനായി. BC 40 രാജാവ് എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു. BC 4 വരെ അദ്ദേഹം ഭരിച്ചു. ഒത്തിരി നീണ്ടകാലം ഭരിച്ച മഹാനായ ഹെറോദ് എന്ന പദവി അദ്ദേഹം സമ്പാദിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്ത് പലസ്തീനായിൽ ക്രമസമാധാനമുണ്ടായിരുന്നു. കെട്ടിടങ്ങൾ നിർമ്മിച്ചു, ജെറുസലേം ദേവാലയം പണിയിച്ചു, ക്ഷാമകാലത്ത് നികുതിയിളവ് നൽകി. BC 25 ക്ഷാമകാലത്ത് സ്വന്തം സ്വർണ്ണപാത്രങ്ങൾ ഉരുക്കി വിറ്റ് ധാന്യം വാങ്ങാൻ കാശ് നൽകി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മറുവശം കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെറൂസലേം മുഴുവൻ സംഭ്രമിക്കാനുള്ള കാരണം ഇദ്ദേഹം ഒരു സംശയ രോഗിയായിരുന്നു. അധികാരം തെറിക്കുമെന്ന് ഉറപ്പായാൽ ആരെയും കൊല്ലും. അങ്ങനെ കൊല്ലപ്പെട്ടവരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയാമിന, അമ്മ അലക്സാണ്ട്ര, മൂത്ത മകൻ അന്തിപ്പാത്തർ, 2 മക്കൾ അലക്സാണ്ടർ, അരിസ്റ്റോബ്ലൂസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചൊല്ല് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു: ഹെറോദിൻ്റെ പന്നിയായിരിക്കുന്നതാണ് മക്കളായിരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്. 70-ാം വയസ്സിൽ ജെറീക്കോയിലേക്ക് വിശ്രമജീവിതം നയിച്ച ഇദ്ദേഹം മരിക്കുമ്പോൾ ജെറൂസലേമിലെ VIP-കളെ അറസ്റ്റ് ചെയ്യുവാനും മരിക്കുന്നതിന് മുമ്പ് കൊല്ലാനും ഉത്തരവിട്ടിരുന്നു. കാരണം ഹെറോദിനു വേണ്ടി കരയാൻ ആരുമില്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ജെറൂസലേം മുഴുവനും കരയണം എന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ് ഹെറോദ് രാജാവ്. അതുകൊണ്ടാണ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറൂസലേം മുഴുവനും അസ്വസ്ഥനായി എന്ന് രേഖപ്പെടുത്തുന്നത്. 3 രാജാക്കന്മാരുടെ അന്വേഷണം. അവർ യേശുവിനെ തേടി. യേശുവിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയെയാണ് 3 രാജാക്കന്മാരുടെ അന്വേഷണം പ്രതിനിധാനം ചെയ്യുന്നത്. ചരിത്രത്തിലുടനീളം തുടരുന്ന ഒരു പ്രദക്ഷിണത്തിന് അവർ തുടക്കം കുറിക്കുന്നു. സമസ്ത പ്രപഞ്ചവും ദൈവമായ ക്രിസ്തുവിലേക്കുള്ള പ്രയാണത്തിലാണെന്ന് 3 രാജാക്കന്മാരുടെ അന്വേഷണം പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നുവെന്ന് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് 16 പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. 4. 3 രാജാക്കന്മാരുടെ സന്ദർശനം. തങ്ങൾ മാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്ന യഹൂദ ജനതയുടെ അഹങ്കാരത്തിനും തങ്ങളുടെ ഗ്രന്ഥങ്ങൾ മാത്രം വിശുദ്ധ ഗ്രന്ഥങ്ങളെന്നും മറ്റു മതഗ്രന്ഥങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുമുള്ള ചിന്തകളെ തകിടം മറിക്കുന്നതുമാണ്
രാജാക്കന്മാരുടെ സന്ദർശനം. വ്യവസ്ഥാപിത മതങ്ങളുടെ ശൂന്യതയും അർത്ഥമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളും 3 കാര്യങ്ങൾ ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവയാണ്. മത്തായി 23:23. യേശുവിനെ കാണാനും ആരാധിക്കാനും മജായികൾ പരിശ്രമിച്ചു. അതിനുവേണ്ടി അവർ ത്യാഗങ്ങൾ സഹിച്ചു. യേശുവിനെ കൊല്ലുവാനായി ഹെരോദസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. പ്രവാചക ചൈതന്യം നഷ്ടപ്പെടുന്ന സഭയും സമൂഹവും വിശുദ്ധ ഗ്രന്ഥം അടച്ചുവെക്കും, ദൈവത്തെ കച്ചവടച്ചരക്കാക്കും, സ്ഥാപനാത്മക സഭയുടെയും സമൂഹത്തിൻ്റെയും വളർച്ച മുരടിക്കും. പക്ഷേ ദൈവം സ്വതന്ത്രനാണ്. ദൈവാരൂപിയുടെ പ്രവർത്തനത്തിന് മതിലുകൾ കെട്ടാൻ പറ്റില്ല എന്ന് ഫ്രാൻസിസ് പാപ്പ 2013 ഏപ്രിൽ 17 നമ്മെ ഓർമ്മപ്പെടുത്തി. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തുന്നു. കാലത്തിൻ്റെ സൂചനകളെ വചന വെളിച്ചത്തിലും വചനത്തെ കാലത്തിൻ്റെ വെളിച്ചത്തിലും പുനർവായന നടത്തേണ്ടിയിരിക്കുന്നു. 5. 3 രാജാക്കന്മാരുടെ കാഴ്ച അർപ്പണം. രാജാക്കന്മാർ കാഴ്ച അർപ്പിച്ചത് സ്വർണം. ലോഹങ്ങളുടെ രാജാവാണ് സ്വർണം. യേശുവിൻ്റെ രാജ്യത്വത്തെയാണ് സ്വർണം സൂചിപ്പിക്കുന്നത്. 2ാമത്തെ അർപ്പണം കുന്തിരിക്കം. യേശു പുരോഹിതനാണെന്നതിൻ്റെ സൂചനയാണിത്. പരിമള ധൂപം പോലെ മനുഷ്യരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് പുരോഹിതൻ. 3 മീറ. യേശുവിൻ്റെ പ്രവാചക ദൗത്യത്തെയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. മൃതശരീരം ലേപനം ചെയ്യാനാണ് മീറ ഉപയോഗിക്കുന്നത്. പുരോഹിതനും പ്രവാചകനും രാജാവുമായ യേശു ക്രിസ്തുവിൻ്റെ ത്രിവിധ ദൗത്യങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഈ തിരുവചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പ്രവാചകൻ എന്ന രീതിയിൽ യേശു നീതിയായിത്തീരുന്നു. പുരോഹിതൻ എന്ന രീതിയിൽ യേശു വിശുദ്ധിയായിത്തീരുന്നു. രാജാവെന്ന രീതിയിൽ യേശു നേതൃത്വമായിത്തീരുന്നു. ഈ 3 കാര്യങ്ങളും യേശുവിൽ സംഗമിക്കുന്നു എന്ന് 3 രാജാക്കന്മാരുടെ കാഴ്ചയർപ്പണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തിരുവചനത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ കണ്ടവർ വഴിമാറിപ്പോയി എന്നുള്ളതാണ്. 3 രാജാക്കന്മാരും തങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവിക അറിവിൽ, ദൈവിക ജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ ദിശയിലൂടെ അവർ യാത്ര തുടങ്ങി. ദൈവത്തെ കാണുന്നവർ ദൈവിക വഴിയിലൂടെ പോകും എന്നുകൂടെ ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ ഫ്രാൻസിസ് പാപ്പ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഉള്ളിലേക്കും പുറത്തേക്കും നോക്കണമെന്നാണ്. നമ്മുടെ സുരക്ഷിതമായ മേഖലകൾ വിട്ടെറിയുമ്പോഴാണ് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുക എന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. നക്ഷത്രം ഉദിച്ചത് എല്ലാവർക്കുമാണ്, പക്ഷെ കണ്ടത് മനസ്സിലാക്കിയതും 3 പേരാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലും നക്ഷത്രങ്ങളെ ഉദിപ്പിക്കുന്നു. അവയെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി ഇന്നത്തെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.